പുട്ടുണ്ടാക്കിയത് നമുക്കൊരു ഗിന്നസ് റെക്കോർഡ് ഇട്ടാ. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. സത്യം പരമാത്രം. എന്റെ ദൈവമേ, ആലുവ ശിവരാത്രിക്ക് പോലെ ആരും ഇങ്ങനെ ഉറക്കൊഴിച്ച് കാണൂല. ഞാൻ ഒഴിച്ചിട്ടുണ്ട്, നീ ഒഴിച്ചിട്ടുണ്ട് മൂത്രം. അതേപോലെ തന്നെ നമ്മുടെ ഈ പുട്ടിന് വേണ്ടി എന്റെ നാട്ടിലുള്ള ഒരുപാട് എന്റെ സുഹൃത്തുക്കൾ എന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണ് അവന്മാരെ വിളിക്കുന്നത്? ഇതൊക്കെ നമുക്ക് എടുക്കാവുന്നല്ലേ ഉള്ളൂ. വേണ്ട, ഞാൻ വിളിക്കാം. അത് നല്ലതാ, പരിചയമുള്ളവരെ തന്നെ പുഞ്ചിക്കുന്നത് നല്ലതാ, ഇല്ലടാ. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. അവർക്ക് പ്രത്യേകം നന്ദി പറയണം. അതേപോലെ തന്നെ നമ്മുടെ രതീഷിന് നന്ദി മാത്രമല്ലേ, നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്യണം നമ്മുടെ സുഹൃത്തിന് എല്ലാവർക്കും ആദ്യം നന്ദി പറയേണ്ടത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. ഇതൊക്കെ എന്ത്? ഈ കാണുന്ന സാധനത്തിനാണ്, ഈ കാണുന്ന മുതലാണ് കിട്ടിയത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ അത്ര ബുദ്ധിമുട്ടില്ല. ഞാനിത് കണ്ടില്ല സംഭവം എന്താന്നുള്ളത്. രതീഷ് കണ്ടില്ലല്ലോ. പേനെ കൂരി വിട്ടിരുന്നോട്ടാ. എഴുതാനും വായിക്കാൻ അറിയാത്ത നമുക്ക് പേന പതക്കം അല്ലേ? ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന്റെ പതക്കം കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇത് നമ്മൾ രതീഷിന് വളരെ അഭിമാന പുരസ്കാരം രതീഷ് ഇട്ട് കൊടുക്കാണ്. നീ പാച്ചിലല്ലടാ, പുണ്യാളച്ചിലാണ്. ഇന്നാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം. പൂച്ച മത്തിത്തല കടിച്ചു പിടിച്ച് കൊടണ പോലത്തെ ആ സുന്ദരമായ ചിരി എന്തൊരു ഐശ്വര്യദായകമാണ്. അത് മതി. ഈ ഗുരുവിന് തിരുപ്പതിയായടാ, തിരുപ്പതിയായി. പണം ഉണ്ടാക്കാൻ പറ്റുന്നുള്ള കാര്യം ഉറപ്പാ. ഈ ഒരു ഒറ്റ ജോലി കൊണ്ട് കോടികൾ ഉണ്ടാക്കിയ ആളാ ആ പോയത്. നക്ഷത്ര ബംഗ്ലാവുകൾ എല്ലാം നിനക്ക് സ്വന്തമാക്കാം.